പ്രത്യേകത ഉള്ള ദിവസം. ഞങ്ങൾ ഓഫീസിൽ നിന്ന് കൊളീഗ്സൊക്കെ കൂടി ഒരു ഔട്ടിങ്ങിന് പോവാണ്. ഇത് പൊന്മുടിയുടെ അടുത്തുള്ളൊരു സ്ഥലത്തേക്കാണ് പോകുന്ന വഴിക്ക് ഞങ്ങളൊരു ചെറിയൊരു നാടൻ ഒരു ഹോട്ടലിൽ കയറിയിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചത്. രാവിലെ ഒന്നും ആരും കഴിച്ചില്ല. അപ്പോൾ ഈ ഉച്ചക്കലത്തെ ഫുഡാണ് നമ്മളുടെ മെയിൻ ഫസ്റ്റ് ആഹാരം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. പക്ഷേ വിശപ്പിൻ്റെ മാത്രമല്ല കേട്ടോ, ഭയങ്കര ടേസ്റ്റായിരുന്നു, ഒരു നാടൻ രുചിയായിരുന്നു. ഞങ്ങൾ ഊണ് കൂടാണ്ട് 3 പ്ലേറ്റ് ബീഫ് കറിയും വാങ്ങിച്ചു. ബീഫ് കറി ആയിരുന്നു അവിടുത്തെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ഫുഡിൻ്റെ രഹസ്യം എന്ന് അന്വേഷിച്ച് ഞങ്ങൾ എത്തിയത് ഈ ഒരു അടുക്കളയിലാണ് കേട്ടോ. നമ്മൾ പണ്ട് കാലത്തൊക്കെ കണ്ടിരുന്ന വിറകടുപ്പാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു സ്പെഷ്യൽ ടേസ്റ്റും കൂടിയായിരുന്നു. അപ്പോഴാണ് കാണുന്നത് നല്ല മുറുമുറാന്ന് ഫ്രഷായിട്ട് പഴംപൊരി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞങ്ങളൊരു പഴംപൊരി എടുത്തോട്ടെ ചേച്ചി എന്ന് ചോദിച്ചു. ചേച്ചി ഞങ്ങൾക്ക് തന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോയി. ഇത് കനിക്കുടി എന്ന് പറഞ്ഞ സ്ഥലം, അതായത് പൊന്മുടി എത്തുന്നതിന് തൊട്ട് മുൻപാണ് ഞങ്ങളുടെ ഒരു ഞങ്ങൾ ബുക്ക് ചെയ്തേക്കുന്ന ഒരു പ്രോപ്പർട്ടി ഉള്ളത്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഞങ്ങളെ വെൽക്കം ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരാൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇതവിടെ വളർത്തുന്ന പൂച്ചയൊന്നും അല്ല കേട്ടോ, അവിടുത്തെ ഒരു സ്ട്രേ ക്യാറ്റാണെന്ന് പറഞ്ഞത്. പക്ഷേ ഈ പൂച്ച ആ സ്ഥലം വിട്ട് പോകുന്നില്ല. മാത്രമല്ല എല്ലാവരുമായിട്ട് ഭയങ്കര ഫ്രണ്ട്ലി. ഞാൻ പിന്നെ ഒരു മൃഗസ്നേഹിയായത് കാരണം കണ്ടപ്പോൾ തന്നെ പോയി തൊട്ട് അതിന് പരിചയം സ്ഥാപിക്കാനായിട്ട് പോയി. നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പൂച്ചയായിരുന്നു അത്. ഇതാണ് ഞങ്ങൾക്ക് താമസിക്കാൻ തന്നിട്ടുള്ളൊരു ഹട്ട് എന്ന് പറയുന്നത്. ഇതുപോലെ 2 ഹട്ട് ഉണ്ടായിരുന്നു. ഈ വീട്ടിലായിരുന്നു ഞങ്ങൾ താമസിച്ചത്. അപ്പോൾ കയറി ചെല്ലുമ്പോൾ തന്നെ കുറച്ച് ബുക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കിച്ചൺ ഉണ്ടായിരുന്നു. കിച്ചൺ, ഫ്രിഡ്ജ്, എല്ലാ യൂട്ടൻസിൽസും ഫെസിലിറ്റീസും ഉള്ള ഒരു കിച്ചണായിരുന്നു. നമ്മൾ കുക്കിംഗ് ഇവിടെ തന്നെ ചെയ്തത്. ഇവിടെ ഒരു എക്സ്ട്രാ ബെഡ് ഉണ്ടായിരുന്നു. പിന്നെ ഇതായിരുന്നു മെയിൻ ഞങ്ങൾക്ക് ലേഡീസിന് വേണ്ടി തന്നിട്ടുള്ള മെയിൻ ബെഡ്റൂം. ഇതായിരുന്നു. AC ഉണ്ടായിരുന്നു. നല്ല ക്ലീൻ ആൻഡ് വെൽ ഫേർണിഷ്ഡ് ആയിട്ടുള്ളൊരു അപ്പാർട്ട്മെൻ്റ് ആയിരുന്നു ഇത്. ബാത്റൂമിൽ ഹീറ്റർ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ബോഡി വാഷ്, ഫേസ് വാഷ്, മോയ്സ്ചറൈസർ ഇതെല്ലാം സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ക്ലീൻ ബാത്റൂം ആയിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളുടെ റൂമിൽ നിന്നൊരു ഡോർ ഉണ്ടായിരുന്നു. ഇത് പുറത്തേക്ക് പോവാം. വാഷിംഗ് മെഷീൻ നമുക്ക് യൂസ് ചെയ്യാമായിരുന്നു. പിന്നെ നല്ലൊരു വ്യൂ ഉള്ളൊരു സ്ഥലമായിരുന്നു ഇതിൻ്റെ ഒരു ബാക്ക് യാർഡ് എന്ന് പറയുന്നത്. ആ കാണുന്നത് കല്ലാറാണ്. കല്ലാർ റിവർ ആണ് ആ ഒഴുകുന്നത്. ഈ പ്രോപ്പർട്ടിയുടെ അകത്തേക്കൂടെയാണ്. നമുക്കൊരു പ്രൈവറ്റ് ആക്സസ് ഉണ്ട് അതിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയ ഞങ്ങളുടെ സ്റ്റേ. ആ അരുവി ഉണ്ടല്ലോ, അപ്പോൾ ആ അരുവിയുടെ അങ്ങോട്ട് പോകാൻ ഈ സ്റ്റേയുടെ അകത്തേക്കൂടെ തന്നെയാണ് പോകുന്നത്. നല്ല സൗണ്ട് കേൾക്കാം. നമുക്ക് വേണ്ടി മാത്രം ഒരു പ്രൈവറ്റ് അരുവി. നമ്മൾ രണ്ടുപേരും എന്നിട്ട് ഞങ്ങൾ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടോ. ഇവിടെ കാണുന്നത് ഞങ്ങളൊരു റീല് തട്ടിക്കൂട്ടാനുള്ള ശ്രമമാണ്. കാര്യം ഞാനാണ് ഈ കൂട്ടത്തിലെ ഏറ്റവും യങ്ങസ്റ്റ് മെമ്പറെങ്കിലും ഇവിടെ ഞാനൊരു ടീച്ചറിനെ പോലെ നിന്ന് ഇവരെ പഠിപ്പിക്കായിരുന്നു. നല്ല കഷ്ടപ്പാടായിരുന്നു കേട്ടോ പഠിപ്പിക്കാനായിട്ട്. കാരണം വെള്ളത്തിലിറങ്ങിയപ്പോൾ എല്ലാവരും കുട്ടികളെ പോലെ കുടിക്കാൻ ഇറങ്ങിയേക്കാണ്. ഇത് പൊന്മുടി പോകുന്ന വഴിക്ക് ഞങ്ങൾ ആക്ച്വലി പൊന്മുടിയിൽ കയറാൻ പറ്റുമോ എന്ന് ട്രൈ ചെയ്തു. പക്ഷേ അറിയായിരുന്നു സമയം കഴിഞ്ഞെന്ന്. 4 മണി വരെ ഉള്ളൂ സമയം. ഇപ്പോൾ 4:30 എന്തോ ആയി. അപ്പോൾ അവർ കയറ്റിയില്ല. ഒന്നല്ലെങ്കിൽ രാവിലെ 8 മണിക്ക് പോകണം, അല്ലെങ്കിൽ 4 മണിക്ക് മുന്നേ വൈകുന്നേരം. അപ്പോൾ ഞങ്ങൾ തിരിച്ചു വന്നു. ഇതാ ഒരു കുരങ്ങൻ റോട്ടിൽ കൂടെ ഒക്കെ കുരങ്ങൻ. അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ വന്നേക്കാം.
ഇത് ശരിക്കും ഒരു സർപ്രൈസ് ബർത്ത്ഡേ കേക്ക് കട്ടിംഗ് ആയിരുന്നു. ഞങ്ങൾ ചായ കുടിക്കാൻ പോയ സമയത്ത് ഞാൻ അറിയാതെ ഇവർ ഏതോ ഒരു കടയിൽ നിന്ന് ഒരു കേക്കൊക്കെ വാങ്ങിച്ച് കൊണ്ടുവന്നതായിരുന്നു കേട്ടോ. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഇത് രാത്രിയിലത്തേക്കുള്ള ഞങ്ങളുടെ ഡിന്നർ പ്രിപ്പറേഷനാണ്. ഇതായി മെയിൻ കുക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ മാനേജറാണ് കേട്ടോ, ജിബിൻ. അസാധ്യ കുക്കാണ്, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റായിരുന്നു. സോ ഞങ്ങളുടെ മെയിൻ ഫുഡ് എന്ന് പറയുന്നത് ചിക്കൻ. ഇതൊക്കെ നമ്മൾ വാങ്ങിച്ച് കൊണ്ടുവന്നിരുന്നു വരുന്ന വഴിക്ക്. ചിക്കൻ, കപ്പ, മല്ലിമുളക് പൊടി, എല്ലാ സംഭവവും, മുട്ടയൊക്കെ വാങ്ങിച്ചിട്ടാണ് വന്നത്. അപ്പോൾ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി, പിന്നെ ചിക്കൻ പെരട്ട് ഉണ്ടാക്കി, പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ബ്രെഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, സാലഡ് ഉണ്ടാക്കി. സോ ബ്യൂട്ടിഫുൾ. എങ്ങനെയുണ്ട്? ഉരുളക്കിഴങ്ങ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു സ്പെഷ്യൽ പൊട്ടറ്റോ ഫ്രൈ ആയിരുന്നു അത്. പിന്നെ ഓംലെറ്റ് ഉണ്ടാക്കി. അപ്പോൾ അങ്ങനെ നല്ലൊരു ഹെവി സൂപ്പർ ഡിന്നറായിരുന്നു ഞങ്ങളുടേത്. പിന്നെ കപ്പ പുഴുങ്ങിയതുണ്ടായിരുന്നു. അങ്ങനെ സൂപ്പർ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ അന്നത്തെ ദിവസം റെസ്റ്റ് ചെയ്തു. ഗുഡ് മോർണിംഗ്. 8 മണിയാണ് കേട്ടോ സമയം. നല്ല വെയിൽ. എല്ലാവരും നല്ലപോലെ ഉറങ്ങി. ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ ഫ്രീ ആണ് കേട്ടോ, കോംപ്ലിമെൻ്ററി ആണ്. പക്ഷേ ചായ ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം. ഞങ്ങൾ വിചാരിച്ചൊരു മോർണിംഗ് വാക്കും കൂടി ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് നടക്കാൻ പോവുകയാണ്. ഇതാണ് ഈ പ്രോപ്പർട്ടിയുടെ പേര്, ദ നൗ കനിക്കുടി നേച്ചർ സ്റ്റേ. ഓക്കേ, അപ്പോൾ നമ്മളെല്ലാവരും രാത്രിയൊന്നും ഈ വഴി ഒറ്റയ്ക്ക് ഇറങ്ങി നടക്കരുതെന്ന് പറഞ്ഞു. കാരണം കാട്ടുപന്നി, ആന വരുന്നത് കുറവാണ് ഈ ഭാഗത്ത്. പക്ഷേ കുരങ്ങന്മാരുണ്ട്. നമ്മൾ പൊന്മുടിയുടെ ആ സൈഡിലേക്ക് അങ്ങോട്ടേക്ക് പോകും തോറും ഇങ്ങനെ റോഡിലൊക്കെ കുരങ്ങന്മാരാണ്. അതൊരു ഭയങ്കര കഷ്ടമാണ് കേട്ടോ. അവിടെ കുറേ കടകളില്ല. കടകളുള്ളവർക്കൊക്കെ ഫുൾ ടൈം ഇങ്ങനെ നോക്കി നിൽക്കണം. ഞങ്ങൾ നോക്കി നിൽക്കുമ്പോൾ തന്നെ കുരങ്ങന്മാരെന്തൊക്കെയോ എടുത്തോന്നൊക്കെ ഓടിപ്പോവും. അപ്പോൾ കാട്ടുപന്നിയുടെ ശല്യം നല്ലപോലെ ഉണ്ട്. അപ്പോൾ അത് കാരണം രാത്രിയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇറങ്ങി നടക്കരുത് എന്ന് പ്രത്യേകം ഞങ്ങളടുത്ത് ഇവിടുത്തെ ഓണർ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നല്ല വെയിലായി. ഈ പോകുന്ന വണ്ടികളൊക്കെ പൊന്മുടിയിൽ അങ്ങോട്ട് കയറാൻ പോകുന്ന വണ്ടിയാണ് കേട്ടോ. അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ ഫുൾ മറ്റേ ബൈക്കിലാണ് ആൾക്കാർ. ബൈക്കിൽ പിള്ളേർ, കോളേജ് പിള്ളേർ, ഫ്രണ്ട്സ് ഗ്യാങ്, വാനുകളൊക്കെ ഉണ്ട്, കാണാൻ പറ്റും. അപ്പം നല്ല വെയിലായി. ഇവിടെ അടുത്തൊരു ചായക്കടയുണ്ട്, ശാന്തമ്മയുടെ തട്ടുകട എന്നാണ് പറഞ്ഞത്. അപ്പം ഭയങ്കര നല്ല ചായ, ഭയങ്കര ഫേമസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങോട്ടേക്ക് പോവാണ്. അങ്ങനെ ഞങ്ങളുടെ ശാന്തമ്മ തട്ടുകടയിലെത്തി ചായ കുടിക്കാനായിട്ട്. ഒരു കുഞ്ഞ പണ്ടത്തെ ഒരു തട്ടുകടയാണിത്. വിറകടുപ്പിലാണ് ഉണ്ടാക്കുന്ന ചായ. അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. വിറകടുപ്പിൽ തിളപ്പിക്കുന്ന വെള്ളമായാലും പാലായാലും. നല്ല വിശപ്പുണ്ട്. അപ്പോൾ ചായ കുടിച്ചിട്ട് വേണം ഞങ്ങൾക്ക് അവിടെ പോയിട്ട് കഴിക്കാനായിട്ട്. ആണ്ടോ എന്തോ നിങ്ങൾക്ക് എനിക്കിത് കാണുമ്പോഴേ ക്രിഷ് സിനിമയില്ലേ, ക്രിഷ് സിനിമയിലത്തേക്ക് ആ ഒരു ലൊക്കേഷൻ, അങ്ങനെ മറ്റേ ഒരു പാട്ടൊക്കില്ലേ, ആ ഇതൊക്കെ ഓർമ്മ വരും. കാര്യം ഇവിടെ ഇപ്പോൾ ആളില്ല എന്നൊക്കെ തോന്നിയാലും നമ്മൾ വരുന്ന വഴിക്കൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അപകട മേഖല എന്ന്. കാരണം ഇവിടെ കുറേ ആൾക്കാർ വീണ് മരിച്ചിട്ടുണ്ട്. ആഴം കൊണ്ടോ ഒലിച്ചിട്ടോ ഒന്നുമല്ല, പക്ഷേ കുറേ കയങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല അടിയൊഴുക്ക് വരുന്നതൊക്കെ. അതാ ദൂരെ കാണുന്ന മലകളുണ്ടല്ലോ, അവിടെയാണ് പൊന്മുടിയുടെ ഭാഗമാണത്. പെട്ടെന്ന് മഴ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഈ കാണുന്നൊന്നും അല്ല എന്നാണ് ഇവർ പറയുന്നത്. കണ്ട വലിയ അധികം പ്രശ്നമില്ലാത്ത ശാന്തമായ സ്ഥലം, പക്ഷേ വളരെ ഡേഞ്ചറസ് ആണ്. അപ്പോൾ വെള്ളത്തിലൊക്കെ ഇറങ്ങുമ്പോൾ നോക്കിയും കണ്ട് ഇറങ്ങും. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇഡ്ഡലി, സാമ്പാർ, ചട്നി. ഇത് ഞങ്ങൾക്ക് ഇവിടുത്തെ പ്രോപ്പർട്ടി ആയിട്ടുള്ള ഫുഡൊക്കെയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആണ്. ചിക്കൻ ഫ്രൈ ഞങ്ങളുടെ സ്വന്തം ഷെഫ് ജിബിൻ്റെ ചിക്കൻ ഫ്രൈ ആയിരുന്നു ഇന്നലെ
ഉണ്ടാക്കിയത്. അത് ഇന്നായപ്പോൾ കുറച്ചുകൂടി എക്സ്ട്രാ ടേസ്റ്റ് ആയി. അപ്പോൾ ഇഡ്ഡലി, ചിക്കൻ ഫ്രൈ, സാമ്പാർ ആൻഡ് ചട്ടിക്കാണ് സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ നല്ലൊരു ട്രിപ്പ് ഇത് അവസാനിച്ചു. അന്നത്തെ ദിവസം എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു എന്നുള്ളത് മറ്റൊരു ഇരട്ടി മധുരം. താങ്ക് യു ഫോർ വാച്ചിങ്.